Dear students, welcome to the class of Mechanics of Fluids. In this class, we will discuss the topics model laws or similarity laws, then problems. Model laws or similarity laws. For the dynamic similarity between model and the prototype, the ratio of the corresponding forces acting at the corresponding points in the model and prototype should be equal. പ്രീവിയസ് ക്ലാസ്സിൽ എന്താണ് മോഡൽ ടെസ്റ്റിംഗ്, എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിമിലാരിറ്റീസ് എന്നൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അത് ജസ്റ്റ് ഒന്ന് നോക്കാം. മോഡൽ ടെസ്റ്റിങ്ങിൽ ചെയ്യുന്നത്, അതായത് പ്രോട്ടോടൈപ്പ് എന്ന് വെച്ചാൽ ആക്ച്വൽ ഫുൾ സൈസ്ഡ് സ്ട്രക്ചറിനെയാണ് നമ്മൾ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോട്ടോടൈപ്പിൽ എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്തിട്ട് അതിൻ്റെ ബിഹേവിയർ പ്രെഡിക്റ്റ് ചെയ്യാന്നൊക്കെ അല്ലെങ്കിൽ കണ്ടുപിടിക്കുക എന്നുള്ളത് എക്കണോമിക്കലി ഫീസിബിൾ അല്ല. അതേപോലെ പ്രാക്ടിക്കൽ ലിമിറ്റേഷൻസ് ഒരുപാടുണ്ട്. അത്തരം സിറ്റുവേഷനിൽ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു സ്കെയിൽഡ് വേർഷൻ, പ്രോട്ടോടൈപ്പിൻ്റെ സ്കെയിൽഡ് വേർഷനാണ് മോഡൽ എന്ന് പറയുന്നത്. ആ മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ എക്സ്പെരിമെൻ്റ് ചെയ്യും. അവിടെ കിട്ടുന്ന റിസൾട്ട് എന്ത് ചെയ്യും, എക്സ്ട്രാപോളേറ്റ് ചെയ്ത് മോഡലിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. മോഡലിൽ കിട്ടുന്ന റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആക്ച്വൽ പ്രോട്ടോടൈപ്പിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് മോഡൽ ടെസ്റ്റിങ്ങിൽ ചെയ്യുന്നത്. അങ്ങനെ ആ മോഡലിൽ കിട്ടുന്ന എക്സ്പെരിമെൻ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് പ്രോട്ടോടൈപ്പിലോട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കണമെങ്കിൽ എന്ത് വേണം, ഈ മോഡലിൻ്റെയും പ്രോട്ടോടൈപ്പിൻ്റെ ഇടയ്ക്ക് കംപ്ലീറ്റ് സിമിലാരിറ്റി വേണം. ഏതൊക്കെ സിമിലാരിറ്റിയാണ് വേണ്ടുന്നത്, ജിയോമെട്രിക് സിമിലാരിറ്റി വേണം, കൈനമാറ്റിക് സിമിലാരിറ്റി വേണം, അതേപോലെ ഡൈനാമിക് സിമിലാരിറ്റി വേണം. ജിയോമെട്രിക് സിമിലാരിറ്റി എന്ന് വെച്ചാൽ സിമിലാരിറ്റി ഇൻ ഷേപ്പാണ്. കൈനമാറ്റിക് സിമിലാരിറ്റി എന്ന് വെച്ചാൽ സിമിലാരിറ്റി ഇൻ മോഷനാണ്. ഡൈനാമിക് സിമിലാരിറ്റി എന്ന് വെച്ചാലോ സിമിലാരിറ്റി ഇൻ ഫോഴ്സസ് ആക്ടിങ്. അതിൽ ആ ഡൈനാമിക് സിമിലാരിറ്റി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, അതിന് പ്രീ റെക്വസൈറ്റ് ആയിട്ട് കൈനമാറ്റിക് സിമിലാരിറ്റിയും ജിയോമെട്രിക് സിമിലാരിറ്റിയും ഉണ്ടായിരിക്കണം. ഡൈനാമിക് സിമിലാരിറ്റി കിട്ടണമെങ്കിൽ എന്താ വേണ്ടുന്നത്, ഫോർ ദി ഡൈനാമിക് സിമിലാരിറ്റി ബിറ്റ്വീൻ മോഡൽ ആൻഡ് പ്രോട്ടോടൈപ്പ് ദ റേഷ്യോ ഓഫ് കറസ്പോണ്ടിങ് ഫോഴ്സസ്. കറസ്പോണ്ടിങ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇനർഷ്യ ഫോഴ്സോ ഗ്രാവിറ്റി ഫോഴ്സോ അതേപോലെ ഡിഫറെൻറ്റ് ഫോഴ്സസ് ഉണ്ട്. ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഏത് ഫോഴ്സാണോ ഡൊമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാ ഫ്ലൂയിഡ് ഫ്ലോ പ്രോബ്ലത്തിലും എല്ലാ ഫോഴ്സസും ഡൊമിനേറ്റ് ചെയ്യുന്നില്ല. ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഏത് ഫോഴ്സാണോ ഡൊമിനേറ്റ് ചെയ്യുന്നത് ആ ഫോഴ്സസിൻ്റെ റേഷ്യോ കറസ്പോണ്ടിങ് പോയിൻറ്റ്സ് ഇൻ മോഡൽ ആൻഡ് പ്രോട്ടോടൈപ്പ് ഷുഡ് ബി ഈക്വൽ. എന്നാൽ മാത്രമേ ഡൈനാമിക് സിമിലാരിറ്റി കിട്ടുന്നുള്ളൂ. അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ഒക്കെ പ്രീവിയസ് ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. The ratio of forces are dimensionless numbers. It means that for dynamic similarity between model and prototype, the dimensionless number should be same for both the model and prototype. Means ratio of forces, ചിലപ്പോൾ നമ്മൾ ഇനർഷ്യ ഫോഴ്സ് ബൈ വിസ്കസ് ഫോഴ്സ് എടുക്കുന്നത്, ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത് ഡയമെൻഷൻലെസ് നമ്പറാണ്. ഓക്കെ, ആ റേഷ്യോ ഓഫ് ഫോഴ്സസ് ഇൻ മോഡൽ ആൻഡ് പ്രോട്ടോടൈപ്പ് ഷുഡ് ബി സെയിം എന്ന് വെച്ചാൽ ഈ ഡയമെൻഷൻലെസ് നമ്പർ ഇൻ മോഡൽ ആൻഡ് പ്രോട്ടോടൈപ്പ് ഷുഡ് ബി സെയിം. അതായത് ഇപ്പം ഇനർഷ്യ ഫോഴ്സ് ആൻഡ് വിസ്കസ് ഫോഴ്സാണ് ഡൊമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താണ്, റെയ്നോൾഡ്സ് നമ്പറാണ് വരുന്നത്. ഓക്കെ, അന്നേരം ആ മോഡലും പ്രോട്ടോടൈപ്പും ഡൈനാമിക്കലി സിമിലർ ആണെന്ന് നമുക്ക് എപ്പോഴും പറയാൻ വേണ്ടി പറ്റും, മോഡലിലെ റെയ്നോൾഡ്സ് നമ്പറും പ്രോട്ടോടൈപ്പിലെ റെയ്നോൾഡ്സ് നമ്പറും സെയിം ആവുന്ന സമയത്ത്. ഓക്കെ, അതാണ് ആ സെൻറ്റൻസിൻ്റെ മീനിങ്. ബട്ട് ഇറ്റ് ഈസ് ക്വൈറ്റ് ഡിഫിക്കൽട്ട് ടു സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ that all the dimensionless numbers are same for model and prototype. Hence, models are designed on the basis of ratio of the forces which are dominating in the phenomenon. The law on which the models are designed for dynamic similarity are called model laws or similarity laws. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലൂയിഡ് ഫ്ലോ പ്രോബ്ലത്തിൽ ഡൊമിനേറ്റ് ചെയ്യുന്ന ഒന്നോ രണ്ടോ ഫോഴ്സസ് ഉണ്ടാവും. അതിൻ്റെ ബേസിൽ നമുക്ക് ഡിഫറെൻറ്റ് ഡയമെൻഷൻലെസ് നമ്പേഴ്സ് ഉണ്ട്. അത് പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ആ ഒരു സിറ്റുവേഷനിൽ നമുക്കത് മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാണ്ട് എല്ലാ ഡയമെൻഷൻലെസ് നമ്പേഴ്സും ഒരു പർട്ടിക്കുലർ ഫ്ലൂയിഡ് ഫ്ലോ പ്രോബ്ലത്തിൽ ഈക്വലായിട്ട് ഡൈനാമിക് സിമിലാരിറ്റി എടുക്കാൻ വേണ്ടി പറ്റില്ല. ഏത് ഫോഴ്സാണോ അവിടെ ഡൊമിനേറ്റ് ചെയ്യുന്നത്, ഓക്കെ, അതിൻ്റെ ടേംസിൽ എന്ത് ചെയ്താൽ മതി, ഡൈനാമിക് സിമിലാരിറ്റി എടുത്താൽ മതി. അല്ലാതെ എല്ലാ ഫോഴ്സിൻ്റെയും സിമിലാരിറ്റി അല്ലെങ്കിൽ ഈക്വാലിറ്റി നമുക്ക് അവിടെ എടുക്കാൻ വേണ്ടി പറ്റില്ല. The following are the model laws. First one, Reynolds Model Law. Second one, Froude Model Law. Third one, Euler Model Law. Fourth one, Weber Model Law. Fifth one, Mach Model Law. First one, Reynolds Model Law. Reynolds Model Law is the law in which models are based on Reynolds number. പേര് പോലെ തന്നെ ഡൈനാമിക് സിമിലാരിറ്റിയുടെ ക്രൈറ്റീരിയ ആയിട്ട് ആരും എടുക്കുന്നുണ്ടാവുക,
Reynolds number ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. Reynolds number is the ratio of inertia force and viscous force. Hence, in the fluid flow problem where viscous force are predominant, the models are designed for dynamic similarity based on Reynolds Model Law. അതായത് റെയ്നോൾഡ്സ് നമ്പർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഇനർഷ്യ ഫോഴ്സ് ബൈ വിസ്കസ് ഫോഴ്സ്. ഇനർഷ്യ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ഫ്ലൂയിഡ് ഫ്ലോ പ്രോബ്ലത്തിനും ഇല്ലതാണ്. അന്നേരം എവിടെയാണോ വിസ്കസ് ഫോഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്നത്, ഏത് ഫ്ലൂയിഡ് ഫ്ലോ സിറ്റുവേഷനിലാണോ വിസ്കസ് ഫോഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്നത്, അത്തരം സിറ്റുവേഷനിൽ ഫോർ ദി ഡൈനാമിക് സിമിലാരിറ്റി ബിറ്റ്വീൻ മോഡൽ ആൻഡ് പ്രോട്ടോടൈപ്പ് നമുക്ക് ആര് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും? റെയ്നോൾഡ്സ് മോഡൽ ലോ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. റെയ്നോൾഡ്സ് മോഡൽ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് for dynamic similarity between model and prototype, the Reynolds number for the model must be equal to Reynolds number for the prototype. അതായത് മോഡലിൻ്റെ കേസിൽ അതിൻ്റെ ഫ്ലൂയിഡ് പാരാമീറ്റേഴ്സ്, ഫ്ലോ പാരാമീറ്റേഴ്സും ഫ്ലൂയിഡ് പാരാമീറ്റേഴ്സ് പ്രോപ്പർട്ടീസൊക്കെ വെച്ചിട്ട് റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതേപോലെ പ്രോട്ടോടൈപ്പിൻ്റെ കേസിലും റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കുന്നത്. ഇത് രണ്ടും ഈക്വൽ ആവുന്ന സമയത്ത്, അതായത് റെയ്നോൾഡ്സ് നമ്പർ ഓഫ് മോഡൽ ഈസ് ഈക്വൽ ടു റെയ്നോൾഡ്സ് നമ്പർ ഓഫ് പ്രോട്ടോടൈപ്പ്, അത് ഈക്വൽ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റുക? There is dynamic similarity between model and prototype. The model based on Reynolds number includes incompressible fluid flow in closed pipe, motion of submarine fully submerged in water, flow around hydraulic structures immersed completely under moving water, resistance experienced by aeroplanes and automobiles. മീൻസ് ഇത്തരം സിറ്റുവേഷൻസിൽ, ഈ പറഞ്ഞിരിക്കുന്ന 4 സിറ്റുവേഷൻസിൽ ഡൈനാമിക് സിമിലാരിറ്റിയുടെ ക്രൈറ്റീരിയ ആയിട്ട് നമുക്ക് എന്തെടുക്കാൻ വേണ്ടി പറ്റും? റെയ്നോൾഡ്സ് നമ്പർ എടുക്കാൻ വേണ്ടി പറ്റും. നമുക്ക് മാത്തമാറ്റിക്കലി എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? ലെറ്റ് വി എം ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഇൻ മോഡൽ, റോ എം ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഇൻ മോഡൽ, എൽ എം ഈസ് ഈക്വൽ ടു ലീനിയർ ഡയമെൻഷൻ ഓഫ് മോഡൽ, മ്യൂ എം ഈസ് ഈക്വൽ ടു വിസ്കോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഇൻ മോഡൽ. ഇത് ഓഫാണ്. Then Vp, ρp, Lp and μp are the corresponding values of velocity, density, linear dimension and viscosity of fluid in prototype. അതായത് ഇതൊക്കെ മോഡലിൻ്റെ കേസിൽ വരുന്ന പ്രോപ്പർട്ടീസാണ്, ഇതൊക്കെ പ്രോട്ടോടൈപ്പിൻ്റെ കേസിൽ വരുന്ന പ്രോപ്പർട്ടീസാണ്. അങ്ങനെയാണെങ്കിൽ റെയ്നോൾഡ്സ് മോഡലിലോ എന്താണെന്ന് പറയുന്നത്? നമുക്ക് എപ്പോഴും ഡൈനാമിക് സിമിലാരിറ്റി കിട്ടുന്നതാണ് പറയുന്നത്. റെയ്നോൾഡ്സ് നമ്പർ ഓഫ് മോഡൽ ഈസ് ഈക്വൽ ടു റെയ്നോൾഡ്സ് നമ്പർ ഓഫ് പ്രോട്ടോടൈപ്പ് ആയിരിക്കണം. അങ്ങനെ ആവുന്ന സമയത്ത് എന്തുണ്ട്? അവിടെ ഡൈനാമിക് സിമിലാരിറ്റി ഉണ്ട്. ഇതിൻ്റെ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? റോ വി എൽ ബൈ മ്യൂ ആണ് ജനറൽ എക്സ്പ്രഷൻ. എൽ എന്ന് വെച്ചാൽ ലീനിയർ ഡയമെൻഷൻ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ലെങ്ത് ആണ്. ഓക്കെ, ഇത് മോഡൽ ഈസ് ഈക്വൽ ടു പ്രോട്ടോടൈപ്പ്. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? റോ പി ബൈ റോ എം ഇൻറ്റു വി പി ബൈ വി എം ഇൻറ്റു എൽ പി ബൈ എൽ എം ഇൻറ്റു 1 ബൈ മ്യൂ പി ബൈ മ്യൂ എം ഈസ് ഈക്വൽ ടു 1. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഞാൻ റോ പി ബൈ റോ എമ്മിനെ ഡെൻസിറ്റി സ്കെയിൽ റേഷ്യോ റോ ആർ വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. അതേപോലെ വി പി ബൈ വി എം വി ആർ വെലോസിറ്റി സ്കെയിൽ റേഷ്യോ, എൽ പി ബൈ എൽ എം എൽ ആർ ലീനിയർ ഡയമെൻഷൻ സ്കെയിൽ റേഷ്യോ, അതേപോലെ വിസ്കോസിറ്റി സ്കെയിൽ റേഷ്യോ മ്യൂ പി ബൈ മ്യൂ എം. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ 1 നമുക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റും? റോ ആർ വി ആർ എൽ ആർ ബൈ മ്യൂ ആർ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ക്രൈറ്റീരിയ നമുക്ക് സിംപ്ലിഫൈഡ് ഫോമിലോട്ടൊന്ന് മാറ്റി എഴുതാം. അടുത്തത് ഫ്രൗഡ് മോഡൽ ലോ. Froude Model Law is the law in which models are based on Froude number, which means that for dynamic similarity between model and prototype, the Froude number for both of them should be equal. Froude Model Law എന്ന് വെച്ചാൽ based on Froude number ആണ്. ഓക്കെ, അതായത് ഡൈനാമിക് സിമിലാരിറ്റി മോഡലിൻ്റെയും പ്രോട്ടോടൈപ്പിൻ്റെ ഇടയ്ക്ക് ഡൈനാമിക് സിമിലാരിറ്റി വേണമെങ്കിൽ എന്ത് വേണം? Froude number for model should be equal to Froude number for prototype. Froude Model Law is applicable when gravity force is only dominating force which control flow in addition to inertia force. Reynolds Model Law എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞത്? വിസ്കസ് ഫോഴ്സ് ഇൻ അഡീഷൻ ടു ഇനർഷ്യ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്ന സമയത്താണ് റെയ്നോൾഡ്സ് മോഡൽ ലോ യൂസ് ചെയ്യുന്നത്. ഓരോ സിറ്റുവേഷനിൽ ഫ്ലൂയിഡ് ഫ്ലോ പ്രോബ്ലത്തിൽ ഏത് ഫോഴ്സാണോ ഡോമിനേറ്റ് ചെയ്യുന്നത് അത് നോക്കിയിട്ട് വേണം ഡിഫറെൻറ്റ് മോഡൽ ലോസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്രൗഡ് മോഡൽ ലോ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഗ്രാവിറ്റി ഫോഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്ന കേസിലാണ് ഫ്രൗഡ് മോഡൽ ലോ യൂസ് ചെയ്യുന്നത്. Froude Model Law is applied in the following fluid flow problems. First one, freeze surface flow such as flow over spillway, weir, sluice, channels, etc. Then flow of jet from an orifice or nozzle. Third one, where waves are likely to be formed on surface. Fourth one, where fluids of different densities flow
over 1 other. മാത്തമാറ്റിക്കൽ നമുക്ക് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? ആദ്യം ബേസിക് പാരാമീറ്റേഴ്സൊക്കെ സെയിം തന്നെ. എം വെച്ച് ഡിനോട്ട് ചെയ്യുന്ന മോഡലിനായിരിക്കും. പി വെച്ച് ഡിനോട്ട് ചെയ്യുന്നത് എന്തായിരിക്കും? പ്രോട്ടോടൈപ്പിനായിരിക്കും. ജി എം എന്ന് വെച്ചാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് പ്ലേസ് വെർ മോഡൽ ഈസ് ടെസ്റ്റഡ്. എവിടെ നിന്നാണോ മോഡൽ ടെസ്റ്റ് ചെയ്യുന്നത് അവിടെയുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് ജി എം. ഇനി പ്രോട്ടോടൈപ്പ് യൂസ് ചെയ്യുന്ന ലൊക്കേഷൻ ചിലപ്പം വേറെ ആയിരിക്കും. അവിടെയുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതാണ് ജി പി എന്ന് പറയുന്നത്. ബാക്കി പാരാമീറ്റേഴ്സൊക്കെ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ. അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു ഫ്രൗഡ് മോഡൽ ലോ എന്തായിരിക്കണം? ഫ്രൗഡ് നമ്പർ ഓഫ് മോഡൽ ഈസ് ഈക്വൽ ടു ഫ്രൗഡ് നമ്പർ ഓഫ് പ്രോട്ടോടൈപ്പ്. ഫ്രൗഡ് നമ്പറിൻ്റെ എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ ജനറൽ എക്സ്പ്രഷൻ എന്താണ്? V/√GL ആണ്. ഓക്കെ, V വെലോസിറ്റി, G ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, L എന്ന് വെച്ചാൽ ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് ഓഫ് ദി ജിയോമെട്രി. ഓക്കെ, ഇനി മോഡലും പ്രോട്ടോടൈപ്പും സെയിം ലൊക്കേഷനിൽ വെച്ചിട്ട് തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് മോഡൽ ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് പ്രോട്ടോടൈപ്പ് എന്ന് പറയുക. സെയിം ലൊക്കേഷൻ ആവുന്ന സമയത്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് വേരിയേഷൻ വരുന്നില്ല. അങ്ങനെ ആവുന്ന സമയത്ത് ആ ഇക്വേഷൻ 2ൻ്റെ വേരിയേഷൻ എന്ത് വരും? GM/GP ക്യാൻസൽ ചെയ്താൽ ഇത് കിട്ടും. റീഅറേഞ്ച് ചെയ്ത് എന്ത് കിട്ടും? VP/VM ഈസ് ഈക്വൽ ടു √LP/LM. ഇനി ലെങ്ത് സ്കെയിൽ റേഷ്യോ LR ഈസ് ഈക്വൽ ടു LP/LM. അതേപോലെ വെലോസിറ്റി സ്കെയിൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ VP/VM ആണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ വേണ്ടി പറ്റും? VR ഈസ് ഈക്വൽ ടു √LR എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അടുത്തത് ഓയിലർ മോഡൽ ലോ. Euler Model Law is the law in which models are designed on Euler number, which means for dynamic similarity between model and prototype, Euler number for model and prototype should be equal. Euler Model Law പറയുന്നത് മോഡലിൻ്റെയും പ്രോട്ടോടൈപ്പിൻ്റെയും ഇടയ്ക്ക് ഡൈനാമിക് സിമിലാരിറ്റി വേണമെങ്കിൽ മോഡലിൻ്റെയും പ്രോട്ടോടൈപ്പിൻ്റെയും ഓയിലർ നമ്പർ സെയിം ആയിരിക്കണം. ഇതെപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? പ്രഷർ ഫോഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്ന സമയത്ത്. ഇൻ അഡീഷൻ ടു ഇനർഷ്യ ഫോഴ്സ്, പ്രഷർ ഫോഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്ന സമയത്താണ് ഓയിലർ മോഡൽ ലോ യൂസ് ചെയ്യുന്നത്. അതായത് ഓയിലർ മോഡൽ ലോ ഈസ് അപ്ലൈഡ് ഫോർ ഫ്ലൂയിഡ് ഫ്ലോ പ്രോബ്ലംസ് വെർ ഫ്ലോ ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ക്ലോസ്ഡ് പൈപ്പ് ഇൻ വിച്ച് ടർബുലൻസ് ഈസ് ഫുള്ളി ഡെവലപ്ഡ് സോ ദാറ്റ് വിസ്കസ് ഫോഴ്സ് ആർ നെഗ്ലിജിബിൾ ആൻഡ് ഗ്രാവിറ്റി ആൻഡ് സർഫസ് ടെൻഷൻ ഫോഴ്സ് ഈസ് ആബ്സെൻറ്റ്. അതായത് ഫുള്ളി ടർബുലൻ്റ് ഫ്ലോൻ്റെ കേസിൽ ആരാണ്? വിസ്കസ് ഫോഴ്സ് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത്തരം കേസിൽ ഡൈനാമിക് സിമിലാരിറ്റിയുടെ ക്രൈറ്റീരിയ ആയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഓയിലർ മോഡൽ ലോ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ദിസ് ലോ ഈസ് ഓൾസോ യൂസ്ഡ് വെർ ഫിനോമിനൻ ഓഫ് ഗ്രാവിറ്റേഷൻ ടേക്സ് പ്ലേസ്. അക്കോർഡിംഗ് ടു ഓയിലർ മോഡൽ ലോ നമുക്ക് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? ബേസിക് നൊട്ടേഷൻസൊക്കെ സിമിലർ ആണ്. ഇവിടെ എന്ത് വരും? പ്രഷർ ഓഫ് ഫ്ലൂയിഡിൻ്റെ മോഡൽ അത് PM ആണ്. അതേപോലെ PP എന്ന് പറയുന്നത് പ്രഷർ ഓഫ് ഫ്ലൂയിഡിൻ്റെ പ്രോട്ടോടൈപ്പാണ്. ഓയിലർ മോഡലോ എന്താ പറയുന്നത്? ഓയിലർ നമ്പർ ഫോർ മോഡൽ ഈസ് ഈക്വൽ ടു ഓയിലർ നമ്പർ ഫോർ പ്രോട്ടോടൈപ്പ്. എക്സ്പ്രഷൻ എന്താ വരുന്നത്? ഓയിലർ നമ്പറിൻ്റെ ജനറൽ എക്സ്പ്രഷൻ V/√P/ρ ആണ്. അത് ജസ്റ്റ് മോഡലിനെയും പ്രോട്ടോടൈപ്പിനും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് എന്ത് കിട്ടണം? ഈക്വലായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ എന്തായി? അവിടെ ഡൈനാമിക് സിമിലാരിറ്റി ഉണ്ട്. അടുത്തത് വെബർ മോഡൽ ലോ. വെബർ മോഡൽ ലോ ഈസ് ദ ലോ ഇൻ വിച്ച് മോഡൽസ് ആർ ബേസ്ഡ് ഓൺ വെബർ നമ്പർ. വെബർ നമ്പർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് ഇനർഷ്യ ഫോഴ്സ് ടു സർഫസ് ടെൻഷൻ ഫോഴ്സ്. വെബർ മോഡൽ ലോ നമുക്ക് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? സർഫസ് ടെൻഷൻ എഫക്റ്റ് പ്രിഡോമിനൻ്റ് ആയിട്ട് വരുന്നത് ഇൻ അഡീഷൻ ടു ഇനർഷ്യ ഫോഴ്സ്. അത്തരം സിറ്റുവേഷനിൽ മോഡലിൻ്റെയും പ്രോട്ടോടൈപ്പിൻ്റെയും ഇടയ്ക്ക് ഡൈനാമിക് സിമിലാരിറ്റിയുടെ ക്രൈറ്റീരിയ ആയിട്ട് യൂസ് ചെയ്യുന്നത് വെബർ മോഡൽ ലോ ആണ്. മീൻസ് വെബർ മോഡൽ ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും? വെബർ നമ്പർ ഫോർ മോഡൽ ഷുഡ് ബി ഈസ് ഈക്വൽ ടു വെബർ നമ്പർ ഫോർ പ്രോട്ടോടൈപ്പ് ഫോർ ദി ഡൈനാമിക് സിമിലാരിറ്റി. ഏതൊക്കെ കേസസിലാണ് യൂസ് ചെയ്യുന്നത്? കാപ്പിലറി റൈസ് ഇൻ നാരോ പാസേജ്, കാപ്പിലറി മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ഇൻ സോയിൽ, കാപ്പിലറി വേവ്സ് ഇൻ ചാനൽ, ദെൻ ഫ്ലോ ഓവർ വിയേഴ്സ് ഫോർ സ്മോൾ ഹെഡ്സ്. ഇത്തരം സിറ്റുവേഷനിൽ ഡൈനാമിക് സിമിലാരിറ്റിയുടെ ക്രൈറ്റീരിയ ആയിട്ട് യൂസ് ചെയ്യുന്നവരാണ്? വെബർ മോഡൽ ലോ ആണ്. മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? വെബർ നമ്പർ ഫോർ മോഡൽ ഈസ് ഈക്വൽ ടു വെബർ നമ്പർ ഫോർ പ്രോട്ടോടൈപ്പ്. ഓക്കെ, നൊട്ടേഷൻസ് ഇതൊക്കെ പ്രോട്ടോടൈപ്പിൻ്റെ കേസിലും. അടുത്തത് മാക് മോഡൽ ലോ. Mach Model Law is the law in which models are designed on Mach number, which is the ratio of square root of inertia force to elastic force of the fluid.
Hence, where the force due to elastic compression predominate in addition to inertia force, the dynamic similarity between model and its prototype is obtained by equating Mach number of model and its prototype. അതായത് compressible fluid flow, ഡെൻസിറ്റി വേരിയേഷൻ, പ്രഷർ വേരിയൻ സമയത്ത് ഡെൻസിറ്റി വേരിയേഷൻ വരുന്ന ഫ്ലോസ്, കംപ്രസിബിൾ ഫ്ലോസ്, അത്തരം കേസസിൽ നമുക്ക് ഡൈനാമിക് സിമിലാരിറ്റിയുടെ ക്രൈറ്റീരിയ ആയിട്ട് എടുക്കുന്നത് മാക് മോഡൽ ലോ ആണ്. എന്താ പറയുന്നത്? മാക് നമ്പർ ഫോർ ദി പ്രോട്ടോടൈപ്പ് ഷുഡ് ബി ഈക്വൽ ടു മാക് നമ്പർ ഫോർ ദി മോഡൽ ഫോർ ദി ഡൈനാമിക് സിമിലാരിറ്റി ബിറ്റ്വീൻ മോഡൽ ആൻഡ് പ്രോട്ടോടൈപ്പ്. ഓക്കെ, മെയിനായിട്ട് കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ പ്രോബ്ലത്തിലാണ് മാക് മോഡലിൽ യൂസ് ചെയ്യുന്നത്. ഏതൊക്കെ സിറ്റുവേഷനിൽ പറയാം? ഫസ്റ്റ് വൺ, ഫ്ലോ ഓഫ് എയറോപ്ലെയിൻ ആൻഡ് പ്രൊജക്ടൈൽ ത്രൂ എയർ അറ്റ് സൂപ്പർസോണിക് സ്പീഡ്, എയറോഡൈനാമിക് ടെസ്റ്റിംഗ്, അണ്ടർ വാട്ടർ ടെസ്റ്റിംഗ് ഓഫ് ടോർപീഡോസ്, അതേപോലെ വാട്ടർ ഹാമർ പ്രോബ്ലംസ്. മാത്തമാറ്റിക്കൽ നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടി പറ്റും? മാക് നമ്പർ ഫോർ ദി മോഡൽ ഷുഡ് ബി ഈക്വൽ ടു മാക് നമ്പർ ഫോർ ദി പ്രോട്ടോടൈപ്പ് ഫോർ ദി ഡൈനാമിക് സിമിലാരിറ്റി ബിറ്റ്വീൻ മോഡൽ ആൻഡ് പ്രോട്ടോടൈപ്പ്. ഓക്കെ, മാക് നമ്പറിൻ്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു? V/√K/ρ ആയിരുന്നു. ഇതിൻ്റെ പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് വൺ, a pipe of diameter 1.5 meter is required to transport an oil of specific gravity 0.9 and viscosity 3 × 10⁻² poise at the rate of 3000 liter per second. Tests were conducted on a 15 cm diameter pipe using water at 20 degree centigrade. Find the velocity and rate of flow in the model. Viscosity of water at 20 degree centigrade is equal to 0.01 poise. ഇവിടെ നമുക്ക് പ്രോട്ടോടൈപ്പിൻ്റെ ഓരോ വാല്യൂസും പാരാമീറ്റേഴ്സും തന്നിട്ടുണ്ട്, മോഡലിൻ്റെ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സും തന്നിട്ടുണ്ട്. ആദ്യം പ്രോട്ടോടൈപ്പ് എടുക്കുക. പ്രോട്ടോടൈപ്പിൻ്റെ ഡയമീറ്റർ 1.5 മീറ്റർ, അതേപോലെ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ വിസ്കോസിറ്റി 3 × 10⁻² പോയിസ്, അതേപോലെ അതിലൂടെയുള്ള ഡിസ്ചാർജ്, പ്രോട്ടോടൈപ്പിലൂടെയുള്ള ഡിസ്ചാർജ് 3000 ലിറ്റർ പെർ സെക്കൻഡ്, അതിനെ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന ഓയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 0.9 ആണ്. ഇതിൻ്റെ ഡെൻസിറ്റിയും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി മോഡൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്ന ഏതിലാണ്? മോഡലിലാണ്. മോഡലിൻ്റെ പൈപ്പിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ വാട്ടറാണ്, മോഡലിലൂടെ ഫ്ലോ ചെയ്യുന്നത് വാട്ടറാണ്. വാട്ടറിൻ്റെ 20 ഡിഗ്രി സെൻറ്റിഗ്രേഡിലെ വിസ്കോസിറ്റി, ഓക്കെ, 0.01 പോയിസ്, അതും തന്നിട്ടുണ്ട്. പിന്നെ വാട്ടറിൻ്റെ ഡെൻസിറ്റി എത്രയാണ് നമുക്കറിയാം? 1000 ആണെന്നറിയാം. ഇത്രയും വാല്യൂസ് ഉണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വെലോസിറ്റി ആൻഡ് റേറ്റ് ഓഫ് ഫ്ലോ ഇൻ ദ മോഡൽ. അപ്പോൾ മോഡലിലൂടെയുള്ള വെലോസിറ്റി അതേപോലെ റേറ്റ് ഓഫ് ഫ്ലോ എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ഇതെന്താണ്? ഫ്ലോ ത്രൂ പൈപ്പാണ്. ഇവിടെ നമുക്ക് ഡൈനാമിക് സിമിലാരിറ്റിയുടെ ക്രൈറ്റീരിയ എന്താ എടുക്കാൻ വേണ്ടി പറ്റും? റെയ്നോൾഡ്സ് നമ്പർ എടുക്കുക. അതായത് ഫോർ പൈപ്പ് ഫ്ലോ പ്രോബ്ലം ഡൈനാമിക് സിമിലാരിറ്റി വിൽ ബി ഒബ്റ്റൈൻഡ് ഇഫ് ദ റെയ്നോൾഡ്സ് നമ്പർ ഇൻ ദ മോഡൽ ആൻഡ് പ്രോട്ടോടൈപ്പ് ആർ ഈക്വൽ. അതായത് റെയ്നോൾഡ്സ് നമ്പർ ഫോർ ദ മോഡൽ ഈസ് ഈക്വൽ ടു റെയ്നോൾഡ്സ് നമ്പർ ഫോർ ദ പ്രോട്ടോടൈപ്പ്. അതാണ് ഡൈനാമിക് സിമിലാരിറ്റിയുടെ ക്രൈറ്റീരിയ ആയിട്ട് എടുക്കുന്നത്. നമ്മൾ റെയ്നോൾഡ്സ് നമ്പർ ജനറൽ എക്സ്പ്രഷൻ ρV/L/μ ആണ്. ഓക്കെ, എല്ലിൻ്റെ സ്ഥാനത്തോട്ട് ഞാൻ എന്തായിട്ടുണ്ട്? ലീനിയർ ഡയമെൻഷൻ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് എന്ന് പറയുന്ന ഡയമീറ്റർ ആയിട്ട് എടുത്തിട്ടുണ്ട്. അതായത് ρVD/μ ഫോർ പ്രോട്ടോടൈപ്പ് ഈസ് ഈക്വൽ ടു ρVD/μ ഓഫ് ഇവിടെ മോഡൽ, ഇവിടെ പ്രോട്ടോടൈപ്പ്. ഓക്കെ, ഇതിനെ റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? VM/VPക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതായത് VM വെലോസിറ്റി ഇൻ മോഡൽ ഡിവൈഡ് ബൈ വെലോസിറ്റി ഓഫ് പ്രോട്ടോടൈപ്പ്. സോൾവ് ചെയ്താൽ എത്ര കിട്ടുന്നത്? എല്ലാ വാല്യൂസും ഗിവൺ ആണ്. സോൾവ് ചെയ്താൽ 3 എന്ന് കിട്ടി. ഇതിനൊക്കെ എന്ത് കണ്ടുപിടിക്കണം? വെലോസിറ്റി ഓഫ് മോഡലാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, വെലോസിറ്റി ഓഫ് പ്രോട്ടോടൈപ്പ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഡാറ്റ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താണ്? ഡിസ്ചാർജ് തന്നിട്ടുണ്ട്, ഏരിയ കണ്ടുപിടിക്കുക. പൈപ്പ് സർക്കുലർ പൈപ്പാണ്. ഓക്കെ, ഡിസ്ചാർജ് ബൈ ഏരിയ ചെയ്താൽ എന്ത് കിട്ടി? വെലോസിറ്റി, പ്രോട്ടോടൈപ്പിലെ വെലോസിറ്റി കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മോഡലിലെ വെലോസിറ്റി നമുക്ക് VM/VP = 3 കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് VM കണ്ടുപിടിക്കാൻ എന്തത്? 3 × VP ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് മോഡലിലൂടെയുള്ള വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി റേറ്റ് ഓഫ് ഫ്ലോ ത്രൂ മോഡൽ, ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഏരിയ ഓഫ് മോഡൽ ഇൻറ്റു വെലോസിറ്റി ഓഫ് മോഡൽ. വെലോസിറ്റി ഓഫ് മോഡൽ തന്നിട്ടുണ്ട്, ഏരിയ കണ്ടുപിടിക്കാൻ π/4 d² എക്സ്പ്രഷൻ എടുത്താൽ മതി. സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? 89.9 ലിറ്റർ പെർ സെക്കൻഡ്.
അടുത്ത ക്വസ്റ്റ്യൻ, എ ഷിപ്പ് 300 meter long moves in sea water whose density is 1030 kg per meter cube. A 1:100 model of ship is to be tested in a wind tunnel. The velocity of air in the wind tunnel around the model is 30 meter per second and the resistance of model is 60 Newton. Determine the velocity of ship in sea water and also resistance of ship in sea water. The density of air is given as 1.24 kg per meter cube. Take kinematic viscosity of sea water and air as 0.012 stokes and 0.018 stokes respectively. ഇവിടെ ഒരു ഷിപ്പിൻ്റെ കേസാണ് പറയുന്നത്. ഷിപ്പിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട്, അത് സീ വാട്ടറിലാണ് മൂവ് ചെയ്യുന്നത്, അതിൻ്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളെ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. ഷിപ്പാണ് നമ്മൾ പ്രോട്ടോടൈപ്പ്. ഇനി എന്ത് ചെയ്യുന്നത്, ഒരു മോഡൽ 1:100 മോഡലാണ്, ഷിപ്പിൻ്റെ 1:100 മോഡലാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ടെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? വിൻഡ് ടണലിലാണ്. ഇത് സീയിലൂടെ മൂവ് ചെയ്യുന്ന വിൻഡ് ടണൽ. വിൻഡ് ടണലിൽ എന്താണ്? എയർ ആണ് പാസ് ചെയ്യിക്കുന്നത്. ഓക്കെ, മോഡലിൽ പാസ് ചെയ്യിക്കുന്നത് എന്താണ്? എയർ ആണ് പാസ് ചെയ്യിക്കുന്നത്. അതിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്, പിന്നെ മോഡലിലെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ഡ്രാഗ് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വെലോസിറ്റി ഓഫ് ഷിപ്പ് ഇൻ സീ വാട്ടർ കണ്ടുപിടിക്കണം. ഓക്കെ, എത്ര വെലോസിറ്റിയിലായിരിക്കും ഷിപ്പ് സീ വാട്ടറിൽ മൂവ് ചെയ്യുന്നത്, അതേപോലെ അവിടെയുള്ള റെസിസ്റ്റൻസും കണ്ടുപിടിക്കണം. ബാക്കി എല്ലാ പാരാമീറ്റേഴ്സും മോഡലിലും പ്രോട്ടോടൈപ്പിലും തന്നിട്ടുണ്ട്. ഓക്കെ, വാല്യൂസ് അതിൽ നിന്ന് ലിസ്റ്റ് ചെയ്യുക. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഷിപ്പാണ്, അതിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്, ഫ്ലൂയിഡ് സീ വാട്ടറാണ്, ഡെൻസിറ്റി തന്നിട്ടുണ്ട്, അതിൻ്റെ കൈനമാറ്റിക് വിസ്കോസിറ്റി തന്നിട്ടുണ്ട്. പിന്നെ ഷിപ്പിൻ്റെ വെലോസിറ്റി ഞാൻ വി പി എടുക്കുന്നു, അതിൻ്റെ റെസിസ്റ്റൻസ് ഡ്രാഗ് റെസിസ്റ്റൻസ് എഫ് പി എടുക്കുന്നു. ഇനി മോഡലിൻ്റെ കേസിൽ ഡാറ്റാസ് ഒന്ന് ലിസ്റ്റ് ചെയ്യുന്നത്. മോഡലിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഷിപ്പിൻ്റെ 1/100 ആണ്. മോഡൽ എന്ന് പറഞ്ഞാൽ സ്മോൾ സ്കെയിലാണ്, നമുക്ക് റേഷ്യോ 1:100 വന്നിട്ടുണ്ട്. അതായത് ഷിപ്പിൻ്റെ ലെങ്ത്തിൻ്റെ 1/100 ആയിരിക്കും എന്ത് മോഡലിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. മോഡലിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ഡെൻസിറ്റി, കൈനമാറ്റിക് വിസ്കോസിറ്റി തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്താണ്? ഫോർ ദി ഡൈനാമിക് സിമിലാരിറ്റി ബിറ്റ്വീൻ മോഡൽ ആൻഡ് പ്രോട്ടോടൈപ്പ് റെയ്നോൾഡ്സ് മോഡൽ ലോ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് റെയ്നോൾഡ്സ് നമ്പർ ഫോർ ദ പ്രോട്ടോടൈപ്പ് ഷുഡ് ബി ഈസ് ഈക്വൽ ടു റെയ്നോൾഡ്സ് നമ്പർ ഫോർ ദി മോഡൽ. ഇവിടെ എൽ ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് ആയിട്ട് എടുത്തിരിക്കുന്നത് ലെങ്ത് ഓഫ് ദ ഷിപ്പ്, അതേപോലെ ലെങ്ത് ഓഫ് ദി മോഡലുമാണ്. അതായത് VL/ന്യൂ കൈനമാറ്റിക് വിസ്കോസിറ്റി. ഇതെന്താണ്? റെയ്നോൾഡ്സ് നമ്പർ ഫോർ ദി പ്രോട്ടോടൈപ്പ് ആണ്, ഇത് റെയ്നോൾഡ്സ് നമ്പർ ഫോർ ദി മോഡലാണ്. ഓക്കെ, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വെലോസിറ്റി ഓഫ് പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഷിപ്പിൻ്റെ വെലോസിറ്റിയാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അത് കിട്ടുന്ന രീതിയിൽ ഈ എക്സ്പ്രഷൻ മാറ്റി എഴുതി. എല്ലാ വാല്യൂസും നോണാണ്, സോൾവ് ചെയ്തിട്ട് വി പിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. രണ്ടാമത്തെ കണ്ടുപിടിക്കേണ്ടത് ഡ്രാഗ് റെസിസ്റ്റൻസ് ആണ്. നമുക്ക് മോഡലിൻ്റെ ഡ്രാഗ് റെസിസ്റ്റൻസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, പ്രോട്ടോടൈപ്പ് ഷിപ്പിൻ്റെ ഡ്രാഗ് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഡ്രാഗ് ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ എന്താ? CD F is equal to CD into half rho AV square ആണ്. ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഇക്വേഷനാണിത്. അല്ലെങ്കിൽ ഇവിടെ CD into half into rho into ഏരിയയുടെ സ്ഥാനത്ത് എന്ത് ചെയ്താൽ സ്ക്വയർ ഓഫ് ദി ലീനിയർ ഡയമെൻഷൻ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും, ഇൻറ്റു വി സ്ക്വയർ. CD എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗ്. ദ കോയിഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗ് ഫോർ ദ മോഡൽ ആൻഡ് പ്രോട്ടോടൈപ്പ് ഷുഡ് ബി ഈക്വൽ. അതായത് CDM ഈസ് ഈക്വൽ ടു CDP. അങ്ങനെയാണെങ്കിൽ നമുക്ക് റേഷ്യോ റെസിസ്റ്റൻസ് ഇൻ പ്രോട്ടോടൈപ്പ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ഇൻ മോഡൽ എന്ത് ചെയ്താൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ മോഡലിനും പ്രോട്ടോടൈപ്പിനും എഴുതിയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇതിലെന്താണ്? CD ഫോർ മോഡൽ ഈസ് ഈക്വൽ ടു CD ഫോർ പ്രോട്ടോടൈപ്പാണ്. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യുക, അതേപോലെ ഹാഫ് ക്യാൻസൽ ചെയ്താൽ ബാക്കി എന്താ ഉണ്ടാവുക? FP/FM ഈസ് ഈക്വൽ ടു റോ L സ്ക്വയർ V സ്ക്വയർ പ്രോട്ടോടൈപ്പ് ഡിവൈഡ് ബൈ റോ L സ്ക്വയർ V സ്ക്വയർ മോഡൽ. ഇനി ഓരോന്ന് പ്രോട്ടോടൈപ്പിനും മോഡലിനുമായിട്ട് എഴുതുന്നത്. ഓക്കെ, ഇതിലെല്ലാ വാല്യൂസും അറിയിക്കുക. റോ P/ρm നമുക്ക് കണ്ടുപിടിക്കുക. എല്ലാ വാല്യൂസും അറിയുമെങ്കിൽ എന്ത് ചെയ്യുക? FB/FM ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ചാൽ എന്താ മതി? FP/FM ആ റേഷ്യോ കിട്ടി. അത്രയാണ് 369.17 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് FP ആണ്, റെസിസ്റ്റൻസ് ഇൻ ഷിപ്പ്. അതല്ലെങ്കിൽ പ്രോട്ടോടൈപ്പാണ് കണ്ടുപിടിക്കേണ്ടത്. എന്ത് ചെയ്താൽ മതി? ഈ കിട്ടുന്ന വാല്യൂ ഇൻറ്റു FM മോഡലിലെ റെസിസ്റ്റൻസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ? ഷിപ്പിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. Okay, with this class the 5th module is completed.